വിഴിഞ്ഞം പദ്ധതി അദാനി ഗ്രൂപ്പിനെ ഏൽപ്പിക്കാൻ LDF സർക്കാർ ശ്രമിച്ചതിന്റെ രേഖ റിപ്പോർട്ടറിന്. അദാനിയുടെ മുദ്ര പോർട്ട് ആൻഡ് സ്പെഷ്യൽ എക്കണോമിക് സോൺ എന്ന കമ്പനിയെ LDF സർക്കാർ ചുരുക്കപ്പട്ടികയിൽ ഉൾപ്പെടുത്തി. പദ്ധതിക്ക് യോഗ്യത നേടിയ 12 കമ്പനികൾ നാലാമതായാണ് അദാനിയെ ഉൾപ്പെടുത്തിയത്. 2011 ഫെബ്രുവരി 18-ന് PS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരിക്കെ തുറമുഖ വകുപ്പ് പുറത്തിറക്കിയ രേഖയാണിത്. ഈ ഉത്തരവിന്റെ അവസാന പേജിൽ വിഴിഞ്ഞം പദ്ധതിക്ക് ടെൻഡർ സമർപ്പിക്കാൻ യോഗ്യത നേടിയ 12 കമ്പനികളുടെ ചുരുക്കപ്പട്ടികയും കാണുക. ഈ പട്ടികയിൽ നാലാമത്തെ കമ്പനിയായാണ് അദാനിയുടെ ഉടമസ്ഥതയിലുള്ള മുണ്ട്ര പോർട്ട് ആൻഡ് സ്പെഷ്യൽ ഇക്കണോമിക് സോണിനെ ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്നും കാണാം. വിഴിഞ്ഞം തുറമുഖ പദ്ധതി അദാനി ഗ്രൂപ്പിനെ ഏൽപ്പിക്കുന്നതിന് പിന്നിൽ വൻ അഴിമതി നടന്നുവെന്ന് CPIM ആരോപണം ഉയർത്തുന്നതിനിടെയാണ് വിഴിഞ്ഞത്തിനായി അച്യുതാനന്ദ സർക്കാർ അദാനിയെ ക്ഷണിച്ചുകൊണ്ടുവന്നു എന്ന തെളിവുകൾ പുറത്തുവരുന്നത്. 2010 സെപ്റ്റംബറിൽ ഗൗതം അദാനി ക്ലിഫ് ഹൗസിലെത്തി മുഖ്യമന്ത്രി VS അച്യുതാനന്ദനുമായി ചർച്ച നടത്തിയിരുന്നതായും തെളിവുകൾ പുറത്തുവന്നു. ഇതെല്ലാം മറച്ചുവെച്ചുകൊണ്ടാണ് വിഴിഞ്ഞം പദ്ധതിക്ക് പിന്നിൽ 6000 കോടി രൂപയുടെ ഭൂമി കുംഭകോണം CPIM ഇപ്പോൾ ആരോപിക്കുന്നത്. ബിജു ഗോപിനാഥ്, റിപ്പോർട്ടർ, തിരുവനന്തപുരം.